10th Standard Maths, first chapter, page number 16, changes in position and terms. അപ്പോൾ നമുക്കവിടെ 19, 28, 37 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേം 19 ആണ്, സെക്കൻഡ് ടേം 28 ആണ്, തേർഡ് ടേം 37 ആണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൽ അത് ഓരോന്നിൻ്റെ പൊസിഷൻ ഫസ്റ്റ് 19, സെക്കൻഡ് 28, തേർഡ് 37. അപ്പോൾ ഇങ്ങനെ പോയിട്ടായും നമുക്ക് ഇവിടെ പൊസിഷൻ ഇൻക്രീസ്ഡ് ബൈ 1, ദ ടേം ഇൻക്രീസ്ഡ് ബൈ 9. ഇവിടെ 19, 28, 37, അടുത്ത് നാലാമതാകുമ്പോൾ 9 കൂട്ടുക 46, അങ്ങനെയല്ലേ പോകുന്നത്. അതായത് ഓരോ ടേം കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ 9 കൂടിക്കൂടി വരിക ചെയ്യുന്നത്. അപ്പം നമുക്കതിൻ്റെ കോമൺ ആയിട്ട് എന്ത് പറയാം? നമ്മളോട് ഇപ്പോൾ പറയുന്നത് 3rd to 10th, അതിൻ്റെ പൊസിഷൻ എത്രയായിട്ട് മാറും? 10 - 3 7 ആണ്. നമുക്കിവിടെ ഇപ്പോൾ 7th ടേമിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ 7 × 9, അതായത് അത്രയും ടേം കൂടുതൽ വരുന്നു. 70 എന്ന് കണ്ടാൽ മതി. നമുക്കിവിടെ ഇപ്പോൾ 1, 2, 3, മൂന്നാം പദം 3 - 10 3 - 7 എണ്ണം കൂടി, അതായത് 7 പ്രാവശ്യം 9 ആഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് 37 + 7 × 9 എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ 20 ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ നമ്പറാണ് ഉള്ളത്. മൂന്നാമത്തെ നമ്പർ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ 10ാമത്തെ നമ്പർ 100 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20ാമത്തെ ആണെങ്കിൽ ഈ 10ാമത്തേനോട്, അതായത് ഈ ആൻസറിനോട് 100നോട് 10D ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് 20ാമത്തെ നമ്പർ കിട്ടും. കോമൺ ആയിട്ട് നമുക്ക് x10 കാണാൻ വേണ്ടിയിട്ട് x1 + 9D ആണ്. x15 എന്ന് പറയുമ്പോൾ x1 + 14D, x6 x1 + 5D, x12 x1 + 11D, x40 x1 + 39D. ഇക്വേഷൻ xn = x1 + n - 1 × d. അതായത് എന്നിൻ്റെ അടുക്ക് ഇപ്പോൾ 10 കൊടുത്താൽ 10 - 1 9D ആണ് വരിക. എന്നിൻ്റെ അടുക്ക് 40 കൊടുത്താൽ 40 - 1 30D ആണ് വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോരോ നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് പേജ് നമ്പർ 70 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ 4th term of an arithmetic sequence is 45 and the 5th term is 56. What is the first term? അപ്പോൾ x4 എന്ന് പറയുമ്പോൾ 45ഉം x5 എന്ന് പറയുമ്പോൾ 56ഉം തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് ഡി കാണേണ്ടത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. 56 - 45 / 5 - 4 എന്ന് വരും. 11 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 11 ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് ടേം കാണാൻ x4, അതായത് 4th ടേം എന്ന് പറഞ്ഞാൽ x1 + 3D ആണ്. അപ്പോൾ 4th ടേം x1 + 3D ആണ്. x1 + 3D ആണ് 45 തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് x1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 4th ടേമിൽ നിന്ന് 33 3D മൈനസ് ചെയ്താൽ മതി അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മിക്കാം. x1 കാണാൻ x4 തന്നിട്ടുണ്ടെങ്കിൽ x4 ന്ന് 3D മൈനസ് ചെയ്താൽ മതി. x1 കാണാൻ നമുക്ക് 10th ടേം തന്നിട്ടുണ്ടെങ്കിൽ 10 ന്ന് 9D മൈനസ് ചെയ്യാം. ഇപ്പം x1 കാണാൻ നമുക്കൊരു 30ാമത്തെ ടേം തന്നിട്ടുണ്ടെങ്കിൽ x39 ന്ന് 29D മൈനസ് ചെയ്യാം. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ x1 എന്ന് പറയുമ്പം x4 ന്ന് 4ാമത്തെ നമ്പറിൽ നിന്ന് 3D എന്ന് പറയുമ്പോൾ D 11 ആയതുകൊണ്ട് 33 ആണ് =12 കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്പർ 12 കിട്ടിക്കഴിഞ്ഞാൽ 12, 23, 34, 45, കാരണം നമ്മുടെ D 11 ആണല്ലോ. ഫസ്റ്റ് ടേമിനോട് 11 കൂട്ടി പോയാൽ മതി. സോ പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 25th term of the arithmetic sequence 1, 11, 21 etc. 1, 11, 21 അങ്ങനെ പോകുന്ന പാറ്റേണിൽ 25ാമത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. x25 കാണാൻ വേണ്ടിയിട്ട് x1 + 24D ആണ്. x1 പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ കാണാത്തതിന് ഫസ്റ്റ് നമ്പർ കാണേണ്ട മെത്തേഡാണ് നേരത്തെ പറഞ്ഞത്. x1 + 24D, 24 × D. D എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം 10 ആണ് കൂടി വരുന്നത്. 24D, അപ്പോൾ 240 + 1 241 വരും. അടുത്ത ക്വസ്റ്റ്യൻ, 10th ടേം തന്നിട്ടുണ്ട് 46, 11th ടേം 51ഉം തന്നിട്ടുണ്ട്. 10th ടേം 46ഉം 11th ടേം 51ഉം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ D കാണണം. നമ്മൾ ഫസ്റ്റ് എപ്പോഴും D ആണ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യനിൽ. D കാണേണ്ട ഇക്വേഷൻ 51 - 46 / 11 - 10 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5/1 5 തന്നെയാണ്. അടുത്തത് നമ്മളോട് പറയുന്നത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 + 9D ആണ് 46. x1 + 9D എന്ന് പറയുമ്പോൾ 45 കിട്ടും. അതായത് D 5 ആണല്ലോ.
അപ്പോൾ 9 to 5 45 ഈക്വൽ ടു 46. x1 ഈക്വൽ ടു 46 മൈനസ് 45. ഇനി x1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെയല്ല അല്ലാതെ x1 ഈക്വൽ ടു x10 മൈനസ് 19 എഴുതാം. കാരണം നമുക്കിവിടെ ഇപ്പോൾ 10ാമത്തെ പദം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് x1 കാണാൻ x10 മൈനസ് 19 എഴുതാം. അപ്പോൾ അതിൻ്റെ പാറ്റേൺ 1 6 11 16 21 എക്സെട്ര എന്ന് വരിക. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 100 95 90 എക്സെട്ര. കുറഞ്ഞു വരുന്നതാണ്. അതിന് നെഗറ്റീവാണ് വരിക. -5 ആണ് ഡി വരിക. x21 കാണാൻ x1 + 20 ഡി ആണ്. 100 + 20 × d -5. 100ഉം ഇതും -100 ആണ് വരിക. അങ്ങനെ 0 കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ 10th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 56 and 11th term is 51. What is the first term? Write 5 terms of the sequence. x10 56, x11 51 ആണ്. അതായത് ഇത് ടേം കൂടുമ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഡി എന്തായിരിക്കും? -1 ആയിരിക്കും. -5 ആയിരിക്കും. തിരിച്ചു മറിച്ച് വരുന്നതിൻ്റെ -1 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 51 - 56/11 - 10 വരും. അപ്പോൾ ഇവിടെ മേലെ -5 താഴെ 1 ആണ് വരിക. അപ്പോൾ ആൻസർ -5 വരും. x1 എന്ന് പറയുമ്പം നമുക്കറിയാം x1 കാണാൻ വേണ്ടി ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് 10ാമത്തെ നമ്പർ എന്നാണെങ്കിൽ അത് 9 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 10ാമത്തെ നമ്പർ 56 മൈനസ് ഈ മൈനസ് ആണ് 9 ഡി എന്ന് പറയുന്നത് -5 ആണ്. അപ്പം 9 ഡി എന്ന് പറയുമ്പോൾ അത് -45 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 101. പാറ്റേൺ എന്ന് പറയുന്നത് 101 പിന്നെ 5 കുറഞ്ഞു വരിക. 101 96 91 അങ്ങനെ പറഞ്ഞിട്ട് കുറഞ്ഞു പോകും. നമ്മൾ പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യൻ ആൻസറുമായിരിക്കും. വരേക്കും. ബൈ.